ഐഫോൺ വില കേട്ടാൽ നമ്മൾക്ക് തലകറങ്ങും. പക്ഷേ എന്തായാലും വളരെയധികം ആളുകൾ ഐഫോൺ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താ അതിന്റെ കാരണമെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? സ്റ്റേറ്റസ് ആണോ, ബ്രാൻഡാണോ, അതോ ഫോട്ടോ എടുത്താൽ ലൈക്ക് കൂടുതലാകും എന്ന വിശ്വാസമാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടറിയാം ഐഫോൺ വാങ്ങാനുള്ള ജനങ്ങളുടെ ആന്തരിക കാരണങ്ങൾ. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, ഒടുക്കത്തെ വരെ കാണോ, നിങ്ങൾക്കറിയാത്ത വസ്തുതകൾ വരാനിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐഫോണിനെക്കുറിച്ചാണ്. ഐഫോൺ വാങ്ങാനുള്ള 10 പ്രധാന കാരണങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, ബ്രാൻഡ് വാല്യൂ ആൻഡ് സ്റ്റാറ്റസ് സിംബൽ. ഐഫോൺ ഒരു സ്റ്റാറ്റസ് സിംബോളായാണ് പലരും കാണുന്നത്. ഐഫോൺ ഉണ്ട് എന്നത് തന്നെ ഒരിനം പ്രസ്റ്റീജാണ്. രണ്ടാമതായി, ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ. ഐഫോണിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും മറ്റ് ഫോണുകളേക്കാൾ കൂടുതൽ പ്രീമിയം ആണെന്ന് പലർക്കും തോന്നുന്നു. മൂന്നാമതായി, സ്മൂത്ത് പെർഫോമൻസ്. iOS എക്സ്പീരിയൻസ്. എത്ര വർഷം ഉപയോഗിച്ചാലും ഫോൺ സ്ലോ ആവില്ല എന്ന വിശ്വാസം ഐഫോണിനുണ്ട്. iOS എന്നത് വളരെ സ്റ്റേബിൾ ആണ്. നാലാമതായി, ബെറ്റർ ക്യാമറ. ഐഫോണിൽ എടുത്ത ഫോട്ടോയാണ് ഇതല്ലേ എന്നൊരു വൈബ് ഇപ്പോഴുമുണ്ട്. ക്യാമറ എക്സ്പീരിയൻസ് തന്നെ വ്യത്യസ്തമാണ്. അഞ്ചാമതായി, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഐഫോൺ എന്നത് സുരക്ഷിതമാണ് എന്ന ഒറ്റ വാക്കുകൊണ്ട് പലരും വിശ്വസിക്കുന്നു. ആറാമതായി, ലോങ് ടേം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. 5 മുതൽ 6 വരെ വർഷം വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നത് ഐഫോണിനാണ് സാധാരണമാകുന്നത്. ഏഴാമതായി, റീസെയിൽ വാല്യൂ. പഴയ ഐഫോൺ പോലും റീസെയിൽ ചെയ്യുമ്പോൾ നല്ല വില കിട്ടും. ഇത് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു. എട്ടാമതായി, എക്കോസിസ്റ്റം. മാക്ബുക്ക്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ്. ആപ്പിൾ വാച്ച്, മാക്ബുക്ക്, എയർപോഡ്സ് എന്നിവയെല്ലാം ഒന്നിച്ച് പെർഫെക്റ്റ്ലി സിങ്ക് ആകുന്നത് വലിയ അട്രാക്ഷനാണ്. ഒൻപതാമതായി, പിയർ പ്രഷർ, സോഫ്റ്റ്വെയർ ഇൻഫ്ലുവൻസ്. ഫ്രണ്ട്സ് മുഴുവൻ ഐഫോൺ ആണെങ്കിൽ നമ്മളും വാങ്ങണം എന്ന് തോന്നും. ചിലപ്പോൾ ആ സ്വാധീനമാണ് കാരണമായിരിക്കും. പത്താമതായി, മാർക്കറ്റിംഗ് ആൻഡ് ഹൈപ്പ്. ആപ്പിൾ ഇവന്റ് കാണുമ്പോൾ തന്നെ വാങ്ങണം എന്ന ആഗ്രഹം വരും. അവരുടെ മാർക്കറ്റിംഗ് അത്രത്തോളമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.